പെഡഗോജി, ഡെമഗോഗി, അനാലജി, മിത്തോളജി. ഈ വേർഡ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് OGY വെച്ചിട്ടാണ്. എന്നാൽ ഈ എല്ലാ വേർഡിൻ്റെയും മീനിങ് വ്യത്യാസമാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹായ്, ഡോട്ട്സ് അക്കാഡമിയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 സിനണിംസ് ആണ്. ആൻഡ് ഈ സിനണിംസ് കഴിഞ്ഞ CGL 2023 ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി കഴിഞ്ഞു, 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കിയായ 25 ചോദ്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ സെഷനിലെ ആദ്യത്തെ സിനണിം നമുക്ക് നോക്കാം. ഇത് പാർട്ട് 1ൻ്റെ ബാക്കിയാണ് കേട്ടോ. ദാറ്റ് ഇസ് ബൈ 26th ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരുന്നത്. അപ്പം ആദ്യത്തെ സിനണിം എന്താണ്? ബെനവലൻറ്റ് അല്ലേ? ബെനവലൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ബെനവലൻറ്റിൻ്റെ മീനിങ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റൻസ് വായിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പം ബെനവലൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. ജനറസ്, സോംബർ, നംബ് ആൻഡ് സോബർ. ബെനവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനറസ് ആണ്, ചാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ചാരിറ്റി ചെയ്യുന്നത് ആ ഒരു വികാരം. സോ ദാറ്റ് ഈസ് ജനറസ്. സോ ജനറസ് ആണ്. ആൻഡ് സോംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡാണ്, വളരെ സീരിയസ് ആണ്, ഒരു ഹ്യൂമറൊന്നുമില്ല, എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഹ്യൂമറും ഇല്ല, വെരി റിസർവ്ഡ്, വെരി സാഡ്, അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ സോംബർ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് സോംബർ. അതേസമയം സോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു M പോയി പിന്നെ ആറും ഈയും തമ്മിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ സോബർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വ്യത്യാസമാണ്. സോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എഫക്റ്റഡ് ബൈ ആൽക്കഹോൾ, അതായത് കെട്ടുവിട്ട അവസ്ഥ, അതാണ് സോബർ എന്ന് പറയുന്നത്. നോട്ട് എഫക്റ്റഡ് ബൈ ആൽക്കഹോൾ. ഇപ്പം നമ്മൾ സോബർ ആയിരിക്കുമ്പോൾ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് സോബർ, അതായത് നോട്ട് അണ്ടർ ദി ഇഫക്റ്റ് ഓഫ് ആൽക്കഹോൾ, അതാണ് സോബർ. നമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്താ അത്? ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് തരിപ്പൊക്കെ വരാറുണ്ട്, അപ്പോൾ നമുക്ക് ചില ബോഡി പാർട്സ് ഫീൽ ചെയ്യാറില്ല. ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് നം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? സോ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ബെനവലൻറ്റ് ജെസ്റ്റർ ഓഫ് ദ റിച്ച് മെർച്ചൻറ്റ് വാസ് അപ്രീഷിയേറ്റഡ് ബൈ ഓൾ. വെരി സിമ്പിൾ സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹീ ഈസ് വെരി ഡാഷ് ഈഗർ ടു ജോയിൻ ദ എയർഫോഴ്സ്. സോ ഈഗറിൻ്റെ എക്സാക്ട് മീനിങ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈഗർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താ വരുന്നത്? കീനാണ്. ഓക്കെ, ഈഗർ എന്ന് പറയുന്നത് കീനാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഏർക്സം, ജോവിയസ് ആൻഡ് അൺകൺസേൺഡ്. ഏർക്സം എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ട്, ഒരു ഏർക്കാണ്. ദാറ്റ് ഈസ് ഇറിറ്റേറ്റിംഗ്, അനോയിങ്, അതാണ് ഏർക്സം. സോ ഇറിറ്റേറ്റിംഗ്, അനോയിങ് ഒക്കെയാണ് അല്ലേ, നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. സോ സംബഡി ഈസ് ഏർക്സം, ഇറിറ്റേറ്റിംഗ് ആണ്. ഡൂബിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഇസ് ഡൂബിയസ് മീൻസ് ഡൗട്ട്ഫുൾ ക്യാരക്ടറാണ്, അയാൾ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ഡൂബിയസ്, ഡൗട്ട്ഫുൾ. ഓക്കെ, അൺകൺസേൺഡ് ആ വേർഡ് തന്നെ മീനിങ് ഉണ്ട്, എന്താണ്? നോട്ട് കൺസേൺഡ്. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണ്? ഇൻക്രെഡിബിൾ. ഈ വേർഡ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലേ? ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ഇന്ത്യ. ഇൻക്രെഡിബിൾ ഓപ്ഷൻസ് നോക്കിയാൽ റിയലിസ്റ്റിക്, അൺഅച്ചീവബിൾ, അൺബിലീവബിൾ, റീസണബിൾ. എന്താണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അൺബിലീവബിൾ, അതായത് അവിശ്വസനീയമായ. എന്താണ് അവിശ്വസനീയമായത്? അങ്ങനെ ആയിപ്പോയത് എക്സ്ട്രാ ഓർഡിനറി, അത്രയ്ക്ക് സൂപ്പറാണ്, അതാണ് അൺബിലീവബിൾ അഥവാ ഇൻക്രെഡിബിൾ എന്ന് പറയും, അവിശ്വസനീയമായ. ഓക്കെ, അൺബിലീവബിൾ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. വാട്ട്സ് ദ നെക്സ്റ്റ് വേർഡ്? വെൻഡെറ്റ. വെൻഡെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാലോ. ഡിലെമ, ഡിസഗ്രിമെൻറ്റ്, വാസിലേഷൻ, പാഷൻ. ഈ വെൻഡെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ആർഗ്യുമെൻ്റ് ആണ്, വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ആർഗ്യുമെൻ്റ് ആണ്. പ്രത്യേകിച്ച് ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ ഫാമിലീസ് തമ്മിൽ വെൻഡെറ്റ ഉണ്ടാകും. ഇപ്പം ഒരു ഫാമിലിയിലെ ഒരു ജനറേഷൻ ഈ ഒരു റിവെഞ്ചും കൊണ്ട് മനസ്സിൽ വയ്ക്കുകയാണ്, ആ ഫാമിലിയിലെ അടുത്ത ജനറേഷൻ ഇങ്ങനെയുള്ള ഒരു റിവെഞ്ച്, ഒരു പകവീട്ടൽ, അതൊക്കെയാണ് വെൻഡെറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ ലോങ് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. ചിലപ്പോൾ ജനറേഷൻ കണക്കിന് അങ്ങനെ നിൽക്കുന്നുണ്ടാകും ആ ഡിസഗ്രിമെൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് വെൻഡെറ്റ. സോ വെൻഡെറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഡിസഗ്രിമെൻ്റ് ആണ്. ഡിലെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഐ മീൻ ഡിലെമ ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എൻ്റെ കയ്യിൽ ചോയ്സസ് ഉണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചൂസ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ദാറ്റ് ഇസ് ഡിലെമ. ഓക്കെ, വാസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസൈസീവ്, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന ഒരവസ്ഥയാണ് വാസിലേഷൻ. അല്ലെങ്കിൽ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ, അത് നമ്മൾ മാറ്റി മാറ്റി അങ്ങ് വെക്കുവാണ്. ബിക്കോസ് യു കെ നോട്ട് ഡിസൈഡ്. ദാറ്റ് ഈസ് വാസിലേഷൻ, വാസിലേറ്റിംഗ് ആൻഡ് വേവറിങ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഒരേപോലെ വരുന്നൊരു വേർഡാണ് വേവറിങ്. ദാറ്റ് ഈസ് സെയിം മീനിങ് ആണ്. ദാറ്റ് ഈസ് യു കെ നോട്ട് ഡിസൈഡ്, എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ, ഇൻഡിസൈസീവ്.
എന്നുള്ളതാണ് വാസിലേഷൻ. നെക്സ്റ്റ് വേർഡ് എന്താ വരുന്നത്? അഡമൻറ്റ്. അഡമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ഫ്ലെക്സിബിൾ, സോഫ്റ്റ്, സ്റ്റബേൺ, അഡാപ്റ്റബിൾ. സോ വീണ്ടും നോക്കി, ഇതെല്ലാം മൂന്നും ഒരു പോസിറ്റീവ് മീനിങ് ആണ്. ഇതിൽ ഒരെണ്ണം മാത്രം നെഗറ്റീവ് മീനിങ് വരുന്നത്, ദാറ്റ് ഈസ് സ്റ്റബേൺ എന്ന് പറയുന്നത്. അഡമൻ്റെ മീനിങ് അത് തന്നെയാണ്, സ്റ്റബേൺ എന്നുള്ളത്. സ്റ്റബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നോട്ട് വെരി ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിളേ അല്ല, അതാണ് സ്റ്റബേൺ എന്ന് പറയുന്നത്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയാണ് അഡമൻ പീപ്പിൾ. താൻ പറഞ്ഞ അതേ കാര്യത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുക, അതിന് ഒരു ഇഞ്ച് പോലും മാറുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻ എ സ്റ്റബേൺ അല്ലെങ്കിൽ അഡമൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫ്ലെക്സിബിൾ, സോഫ്റ്റ്, അഡാപ്റ്റബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതൊരു രീതിയിലും ഏത് സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യാം, ഫ്ലെക്സിബിൾ ആണ്, അതൊക്കെ സെയിം മീനിങ് ആണ്. ഓക്കെ. ഒത്തൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലോ, ഒത്തൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വെരി ജെനുവിൻ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഫോൾസ്, ഡൗട്ട്ഫുൾ, കറപ്റ്റ്, ഇത് 3 നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതല്ല. ഒത്തൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഒരു ധാരണയുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും മീനിങ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. അതെന്താ വരുന്നത്? ട്രെച്ചറസ്. ട്രെച്ചറസിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, TREACH. ഓക്കെ. ടീച്ചർ എന്ന് പറയുന്ന വേർഡിൻ്റെ നടുവിലൊരു R ഇട്ട് കഴിഞ്ഞാൽ ട്രെച്ചർ, പിന്നെ OUS ചേർത്താൽ മതി. സോ ദാറ്റ് ഈസ് എ ട്രെച്ചറസ്. റൈറ്റ്. ട്രെച്ചറസിൻ്റെ മീനിങ് എന്താണ്? ഡിവോട്ടഡ്, ഡിസ്ലോയൽ, ട്രാൻസിയൻറ്റ്, റാവനസ്. ഇനി ആ വേർഡിന് മീനിങ് അറിയില്ലെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കിട്ടുമോ നോക്കിയാലോ. ഇറ്റ് വാസ് ഡ്യൂ ടു ട്രെച്ചറസ് ലീഡേഴ്സ് ദാറ്റ് ഹി ഡിസൈഡഡ് ടു ലീവ് ദ പാർട്ടി. So it was due to transient, ravenous, devoted leaders. അങ്ങനെയാണ്. ഡിവോട്ടഡ് ലീഡേഴ്സ് ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും പാർട്ടി വിടാൻ പോകുന്നില്ലല്ലോ. സോ അതിൻ്റെ എന്തോ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ട്രാൻസിയൻ്റ് എന്താണ്, റാവനസ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും അല്ലേ. ട്രെച്ചറസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡിസ്ലോയൽ അല്ലേ. ഡിസ്ലോയൽ എന്നാണ് അർത്ഥം വരുന്നത്. ട്രെച്ചറസ് മീൻസ് ഡിസ്ലോയൽ ആണ്, ഡിസെപ്റ്റീവ് ആണ്, ചതിക്കുന്നവരാണ്. സോ ദാറ്റ് ഈസ് ട്രെച്ചറസ്, ഡിസെപ്റ്റീവ്. അതേസമയം ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. നോട്ട് ലാസ്റ്റിംഗ് ഫോർ ലോങ് ഓർ ലാസ്റ്റിംഗ് ഫോർ ഓൺലി എ ഷോർട്ട് ടൈം, അതാണ് ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഇംപെർമനൻറ്റ്. അത് പെർമനൻ്റ് അല്ല, ഇംപെർമനൻ്റ് ആണ് ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. അതേസമയം റാവനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഹങ്കർ. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഹംഗ്രി എന്നല്ല, റാവനസ് എന്ന് വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ എന്തിനോടെങ്കിലും വളരെ എന്തെങ്കിലും സാധനം വളരെ ഗ്രീഡിയാണ്, നമുക്കത് വേണമെന്ന് തോന്നുമ്പോഴും നമ്മൾ പറയുന്നത് റാവനസ് എന്നാണ്. സോ ആ ഒരു അതിയായിട്ട് വേണമെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ എക്സ്ട്രീം ഹങ്കർ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് എന്ത് പറയാവുന്നതാണ്? റാവനസ് എന്ന് പറയാവുന്ന, റാവനസ് അപ്പറ്റൈറ്റ് എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി വേർഡ്? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ സെൻറ്റൻസ് നമ്മൾ വായിച്ചു. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത വേർഡ്? സ്കാം. സ്കാം എന്ന് പറയുന്നത് എന്താണ്? വളരെ കോമൺ ആയിട്ടുള്ള വേർഡ് അല്ലേ. നമ്മൾ എത്ര സ്കാംസ് കേട്ടിട്ടുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം കേട്ടിട്ടുണ്ട്, 2G സ്കാം കേട്ടിട്ടുണ്ട്, കോൾഗേറ്റ് സ്കാം, ആൻഡ് ലോട്ട് ഓഫ് സ്കാംസ്. എന്തായാലും ഒരു മാസത്തിൽ എന്തായാലും ഒരു സ്കാം എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്തായാലും കേൾക്കുന്നതാണ്. സോ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു തട്ടിപ്പാണ് അല്ലേ. അപ്പം അത് എന്താണ്? പ്ലെയിൻ, ഫെയിലിയർ, സക്സസ്ഫുൾ, സ്വിൻഡിൽ. ഇതിലാകെ അറിയാത്തൊരു വേർഡ് സ്വിൻഡിലാണല്ലോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താണത്? സ്വിൻഡിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ മീനിങ് എന്നുള്ളത്. നമുക്കിനി എക്സാക്റ്റ് മീനിങ് എടുക്കാം. സോ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തട്ടിയെടുക്കാനുള്ള എന്തോ ഒരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള പ്ലാനാണ് സ്കാം എന്ന് പറയുന്നത്. സ്വിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ് പണം തട്ടിയെടുക്കുക. ഏതെങ്കിലുമൊക്കെ ഡിസെപ്റ്റീവ് വേയിലോ ചതിയിലൂടെയോ പണം തട്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ സ്വിൻഡിൽ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്കാം എന്ന് പറയുന്നത് നൗണാണ്, സ്കാം നൗണാണ്. ആൻഡ് ദെൻ വെൻ യു സ്വിൻഡിൽ മണി, ദാറ്റ്സ് എ വേർബാണ്. ഈ സ്വിൻഡിൽ മണി, ടേക്ക് ഇറ്റ് ഇൻ എ ഡിസെപ്റ്റീവ് മാനറിൽ നമ്മൾ എടുക്കുന്നതാണ് സ്വിൻഡിൽ എന്ന് പറയുന്നത്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാലോ. ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഹാസ് ബീൻ എ സ്കാം ഓൾ അലോങ്. അല്ലേ, ഇങ്ങനെയുള്ള സ്കാംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം, മണി ചെയിൻ സ്കാം, ഇൻഷുറൻസ് സ്കാം. സോ അങ്ങനെ ഒരു സ്കാം ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത വേർഡ് വരുന്നത്? ടു സെവർ. ടു സെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? മീനിങ് ഓപ്ഷൻസ് നോക്കിയാലോ. ജോയിൻ, മിക്സ്, ബൈൻഡ്, റാമിഫൈ. ഇതിൽ ജോയിൻ നമുക്കറിയാം, മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിച്ചാക്കുക, ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാലും കൂട്ടുവെക്കുക അല്ലേ. യുണൈറ്റ് ചെയ്യുക, ഒരുമിച്ചാക്കുകയാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ആൻസർ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? റാമിഫൈ ആണ് ചാൻസ് വരുന്നത്. കാരണം എന്താണ്? ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സോ ലെറ്റ് us just read the sentence. The hunter drew his bow but only managed to sever the paw of the wolf before the wolf ran off. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേട്ടക്കാരനുണ്ട്. വേട്ടക്കാരൻ എന്താണ്? അമ്പ് ചെയ്യുകയാണ്. അമ്പ് ചെയ്ത സമയത്ത്
ആകെ ആ വുൾഫിൻ്റെ കാൽഭാഗം മാത്രമേ കിട്ടിയുള്ളൂ, അത് മാത്രമേ മുറിഞ്ഞ് കിട്ടിയുള്ളൂ, ബാക്കി വുൾഫ് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്? സ്പ്ലിറ്റ് ആവുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുക എന്നുള്ള അർത്ഥമാണ് ടു സെവർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ബൈ കട്ടിങ്. ഓക്കെ, ടു സെപ്പറേറ്റ്, സ്പ്ലിറ്റ് ആവുക. ഇപ്പം ഭയങ്കര കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി കേബിൾസ് ഇതുപോലെ സെവർ ചെയ്യുന്നത് കാണാം, അതായത് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ കാണാവുന്നതാണ്. ടു സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയല്ലേ കൊടുക്കേണ്ടത്. ജോയിനും മിക്സും ബൈൻഡും എന്തായാലും വരില്ല. ആൻഡ് റാമിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം അതേ മീനിങ് ആണ്. ബ്രാഞ്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സെപ്പറേറ്റ് ചെയ്യുക, ബ്രാഞ്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെടിയിൽ നിന്നും ഷൂട്ട്സ്, ബ്രാഞ്ചസ് ഒക്കെ വരാറുണ്ട്, അതിനെ നമ്മൾ റാമിഫൈ എന്ന് പറയും. സോ ബ്രാഞ്ച് ഔട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ബ്രാഞ്ച് ഔട്ട്. സോ ദാറ്റ് മീൻസ് ഓഫ് ഷൂട്ട്സ് വരിക, ചെറിയ ചെറിയ ഷൂട്ട്സ് ഇങ്ങനെ വരുന്നതിനെ റാമിഫൈ എന്ന് പറയും. വേറൊരു വേർഡും കൂടിയുണ്ട്, റാമിഫിക്കേഷൻസ്. അത് വളരെ കോമൺ ആണ്, ഇത് നമ്മൾ അധികം കാണാറില്ല റാമിഫൈ എന്നുള്ളത്, പക്ഷേ റാമിഫിക്കേഷൻസ് നമ്മൾ കാണാറുണ്ട്. സോ റാമിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻസ്. വാട്ട് ആർ ദി റാമിഫിക്കേഷൻസ് ഓഫ് യുവർ സജഷൻ? ഇങ്ങനൊരു സജഷൻ്റെ റാമിഫിക്കേഷൻസ് എന്തായിരിക്കും? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? സോ റാമിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻസ്, റിസൾട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എന്തായിരിക്കും അവസാനം എന്താ വരുന്നത് എന്നുള്ളത്. സോ റിസൾട്ട്, കോൺസിക്വൻസ്, അതാണ് റാമിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത് റാമിഫിക്കേഷൻസ്. ദിസ് ഈസ് ദ വേർഡ് റാമിഫൈ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കിയാലോ. അടുത്ത വേർഡ് എന്താണ്? അപ്പത്തി. അപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു താല്പര്യവുമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല, നോട്ട് കെയറിങ്, ഒരു കെയറും ഇല്ല, ആരെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല, നോട്ട് കൺസേൺഡ്, അതാണ് അപ്പത്തി എന്ന് പറയുന്നത്. സോ ഏതായിരിക്കും മീനിങ് വരുന്നത്? എംപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയറിങ് ഉണ്ട് ഇല്ലേ? ആൻഡ് ദെൻ ഇൻഡിഫറൻസ്, അവേർഷൻ ആൻഡ് ഹോസ്റ്റിലിറ്റി. സോ ഒരു താല്പര്യമില്ല എന്നുള്ള മീനിങ് വരുന്നത് ഏതാണ്? ഇൻഡിഫറൻസ് ആണ്. അവേർഷൻ എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ് ഡിസ്ലൈക്കാണ്, നമുക്കത് തീരെ ഇഷ്ടമല്ല, അതാണ് അവേർഷൻ എന്ന് പറയുന്നത്. സ്ട്രോങ് ഡിസ്ലൈക്ക് ഫോർ സംതിങ്, ദാറ്റ് ഈസ് അവേർഷൻ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺഫ്രണ്ട്ലി ആണ്. അൺഫ്രണ്ട്ലി, ഹോസ്റ്റൈൽ, അൺഫ്രണ്ട്ലി. ഓക്കെ, അപ്പം ഇതാണ് വരുന്നത്. അപ്പത്തി അതേസമയം എന്താണ്? ഒരു താല്പര്യക്കുറവാണ്, അതായത് നമ്മൾ വി ആർ നോട്ട് ബോതേർഡ്, ദാറ്റ് ഈസ് ഇൻഡിഫറൻറ്റ് ഓർ ആപ്പത്തി എന്ന് പറയുന്നത്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്ന് എക്സ്ട്രീം ആയിട്ടുള്ളൊരു വികാരമെങ്കിലും ഉണ്ട്, അവിടെ ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിഫറൻസ്, ആപ്പത്തി. അടുത്തത് എന്താണ്? വേർഡ് ഡിലിജൻറ്റ്. ഡിലിജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിലിജൻറ്റ് ഇസ് വെരി ഹാർഡ് വർക്കിംഗ് അല്ലേ? ഹാർഡ് വർക്കിംഗ്. ഓപ്ഷൻസ് ഉണ്ടോ? ഹാർഡ് വർക്കിംഗ്, സ്പൈറ്റ്ഫുൾ, ഓഫുൾ, ഫെയ്ത്ത്ഫുൾ, കെയർഫുൾ. അപ്പോൾ എന്തായിരിക്കും? ഹാർഡ് വർക്കിംഗ്. ഈ സ്പൈറ്റ്ഫുൾ, ഓഫുൾ എന്നൊക്കെ ഓഫുൾ എന്തായാലും നമുക്കറിയാമല്ലോ, ഇറ്റ്സ് വെരി ബാഡ്. ഓക്കെ, ഓഫുൾ എന്ന് പറയുന്നത് സംതിങ് ബാഡ് അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആണ് ഓഫുൾ എന്ന് പറയുന്നത്. ഓഫുൾ വെതർ അല്ലേ? ചില നേരത്ത് നമുക്ക് കാലാവസ്ഥ അങ്ങനെയാണ്, ഓഫുൾ ആണ്, മൂടിയായിട്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഓഫുൾ വെതർ. സ്പൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലീഷ്യസ് ആണ്. മെലീഷ്യസ് എന്താണ്? മാൽ എന്ന് പറയുന്ന വേർഡ് തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. ഓക്കെ, മാൽവെയർ, മാൽന്യൂട്രീഷൻ. ഓക്കെ, സോ മെലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്രൂവൽ, വളരെ ക്രൂവലായിട്ട് നല്ലത് ആഗ്രഹിക്കാതിരിക്കുക, അതാണ് മെലീഷ്യസ്. സോ സ്പൈറ്റ്ഫുൾ കമൻസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കും. സോ ദാറ്റ് ഈസ് സ്പൈറ്റ്ഫുൾ. നൗ സോ അതാണ് സ്പൈറ്റ്ഫുള്ളും ഓഫുള്ളും. ഡിലിജൻറ്റ് ഹാർഡ് വർക്കിംഗ് ആണ്. സോ ദാറ്റ് മീൻസ് അതിന് കൂടെ എന്തെങ്കിലും പോസിറ്റീവ് മീനിങ് വരുന്നതാണ്, മീനിങ് വരണം അല്ലേ? അപ്പം ഫെയ്ത്ത്ഫുൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫെയ്ത്ത്ഫുള്ളും ഡിലിജൻസുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. സോ വി ക്യാൻ ഗോ ഫോർ വാട്ട്? ഈ ഒരു സിനണിം നമുക്ക് കൊടുക്കാൻ പറ്റും. കെയർഫുൾ എന്ന് പറയുന്ന സിനണിം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിനണിം നോക്കിയാലോ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സിനണിം? ദാറ്റ് ഈസ് ടെമറിറ്റി. എന്താണ് ടെമറിറ്റി എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: ഇംപ്യൂഡൻസ്, ടീഡിയസ്, ടാസിറ്റേൺ, ട്രെഞ്ചൻറ്റ്. ഓക്കെ, നമുക്കൊന്ന് സെൻറ്റൻസ് വായിച്ച് നോക്കാം, ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടിയേക്കാം. ഷീ ഹാഡ് ദ ടെമറിറ്റി ടു കോൾ ഹർ ടീച്ചർ എ ലയർ. സോ ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധൈര്യം അല്ലേ? ഒഡാസിറ്റി എന്ന് നമുക്ക് പറയാം. ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡാസിറ്റി. ഓ, എന്ത് ധൈര്യത്തിലാണ് ടീച്ചറിനെ ഒരു ലയർ എന്ന് വിളിച്ചത് ഇല്ലേ? സോ അത് ആ വേർഡാണ് ഒഡാസിറ്റി. ഒഡാസിറ്റിയുടെ മീനിങ് വരുന്ന ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ വേണ്ടേ? ടീഡിയസ് നമ്മൾ പഠിച്ചല്ലോ. വാട്ട് ഈസ് ടീഡിയസ്? ടീഡിയസ് ഈസ് വെരി ബോറിങ്, മോണോട്ടണസ്, ഡൾ, ടയർസം. ദാറ്റ് ഈസ് ടീഡിയസ്. ഒരേപോലത്തെ കാര്യം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ദാറ്റ്സ് എ വെരി ടീഡിയസ് വർക്ക്. യു ഗെറ്റ് ടയേർഡ് വെരി ഈസിലി.
നമുക്ക് എന്താണ്, നമുക്കത് ബോറിംഗ് ആണ്, നമുക്കത് മൊണോട്ടോണസ് ആണ്, അതാണ് ടിഡിയസ് എന്ന് പറയുന്നത്. ടാസിറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺവില്ലിങ് ടു സ്പീക്ക്, സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, അതാണ് ടാസിറ്റേൺ എന്ന് പറയുന്നത്. ഇല്ലേ, ചില ആൾക്കാർ എങ്ങനെ വന്നാലും ഒട്ടും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് ടാസിറ്റേൺ. റിസർവ്ഡ്, അവർ വളരെ റിസർവ്ഡ് ആണ്, സംസാരിക്കില്ല. സോ ദാറ്റ് ഇസ് ടാസിറ്റേൺ. സോ അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ ഒരുപാട് അധികം സംസാരിക്കുന്നതാണ് പ്രശ്നമായത്, ഇല്ലേ, ടെമ്പറേറ്റിയിൽ. ആൻഡ് ട്രെഞ്ചൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസമാണ് ട്രെഞ്ചൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ് ആണ്, സിവിയർ ആണ്, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്, അതാണ് ട്രെഞ്ചൻറ്റ്. സ്ട്രോങ് സിവിയർ ക്രിറ്റിസിസം, ദാറ്റ് ഇസ് ട്രെഞ്ചൻറ്റ്. എന്തായാലും എന്ത് വന്നാലും സ്ട്രോങ് ആണ്. അത് ക്രിറ്റിസിസം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ തമാശ ആയിക്കോട്ടെ, വിറ്റ് ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, സെറ്റയർ ആയിക്കോട്ടെ, അതെല്ലാം വളരെ സ്ട്രോങ് ആണ്, വെരി സിവിയറുമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ട്രെഞ്ചൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇംപ്യൂഡൻസ്? ഇംപ്യൂഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡാണ്, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഇംപ്യൂഡൻസ്. ഓക്കെ, സോ ടെമറിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമുക്കൊരു ബഹുമാനമില്ലായ്മ, ഒരു റൂഡ്നെസ് ആണ്. ഇറ്റ്സ് ഇംപൊളൈറ്റ് ടു കോൾ സംബഡി എ ലയർ, ജസ്റ്റ് നോട്ട് എ ടീച്ചർ, എനിബഡി. സോ അതെന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു റൂഡായിട്ടുള്ള ബിഹേവിയർ ആണ്. സോ ദാറ്റ് ഇസ് ഇംപ്യൂഡൻസ്. സോ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഇംപ്യൂഡൻസ് ആണ്. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത വേർഡ് പറയുന്നത്? ഇമേഴ്സ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇമേഴ്സ്? എമർജ്, ഡിസ്റ്റൻറ്റ്, ഇൻവോൾവ്, അൺകവർ. എന്തായിരിക്കും ഇമേഴ്സ് വരുന്നത്? വെൻ യു ആർ ഇമേഴ്സ്ഡ് ഇൻ സംതിങ്, ദാറ്റ് മീൻസ് യു ആർ ഇൻവോൾവ് ഇൻ സംതിങ്, ഇല്ലേ, ഇൻവോൾവ് ആണ്, ഭയങ്കര എമർജ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം എന്താണ്, ഭയങ്കര ഇൻവോൾവ് ആണ്, അങ്ങ് അടുത്തേക്ക് പോവുക ചെയ്യുന്നത്. സോ ദിറ്റ് ഈസ് ഇൻവോൾവ്. സോ ഡിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അലൂഫ്, മാറി നിൽക്കുക, ഇല്ലേ, കുറച്ച് വിദൂരത അങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കാതിരിക്കുക, ദാറ്റ് ഈസ് ഇൻ ഡിസ്റ്റൻറ്റ്. അൺകവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സീക്രറ്റ് പുറത്തു കൊണ്ടുവരിക, ദാറ്റ് ഈസ് അൺകവർ സം ഹിഡൻ സീക്രറ്റ്സ് ഓർ ഹിഡൻ തിങ്സ്. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഇമേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് ഏതാണ്? ലൂമിനസ്. ലൂമിനസ് എന്ന് പറയുമ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം വരുന്നത്, അല്ലേ, വെളിച്ചം തരുന്നത്, അതാണ് ലൂമിനസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ, ഇംപ്യൂഡൻറ്റ്, സ്ട്രൈഡൻറ്റ്, ട്രാൻസെൻഡൻറ്റ് ആൻഡ് റെസ്പ്ലൻഡൻറ്റ്. ഓക്കെ, ഏതാണ് വരുന്നത്? ഇതിൽ ലൂമിനസ് എന്ന് പറഞ്ഞാൽ റെസ്പ്ലൻഡൻ്റ് ആണ്. റെസ്പ്ലൻഡൻറ്റ് മീൻസ് വളരെ ബ്രൈറ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അതാണ് റെസ്പ്ലൻഡൻറ്റ്. ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. സോ സംബഡി ഈസ് വെയറിങ് ഒരു റെസ്പ്ലൻഡൻറ്റ് പേർപ്പിൾ റോബ്, അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ റെസ്പ്ലൻഡൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, കാരണം അത് ബ്രൈറ്റ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. സോ ലൂമിനസിന് ആ ഒരു മീനിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇംപ്യൂഡൻറ്റ് എന്തായാലും വരില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇംപ്യൂഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൂഡാണ്, ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആണ്. സ്ട്രൈഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വോയിസ്, ശബ്ദത്തിനാണ് പറയുന്നത്, വളരെ ഉറക്കെ സംസാരിക്കുക. ഈ ഉറക്കെ സംസാരിച്ച് മറ്റുള്ളവർക്ക് അത് അനോയിങ് ആയി തീരുക, അതിനെയാണ് സ്ട്രൈഡൻറ്റ് എന്ന് പറയുന്നത്. സോ സ്ട്രൈഡൻറ്റ് വോയിസ് മീൻസ് സ്പീക്ക് വെരി ലൗഡ്ലി ആൻഡ് അത് മറ്റൊരാൾക്ക് അനോയിങ്ങുമാണ്, അതാണ് സ്ട്രൈഡൻറ്റ്. ആൻഡ് ട്രാൻസെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ എക്സ്പീരിയൻസിന് അബവ് ആണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ഓർഡിനറി ഹ്യൂമൻ ബീങ്സിന് ചെയ്യാൻ പറ്റാത്തത്, അതാണ് ട്രാൻസെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? റിസ്പ്ലൻഡൻറ്റ് ആണ് വരുന്നത്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയാലോ. ഷി ലുക്ക്ഡ് ഡാഷ്, ഷി ലുക്ക്ഡ് ലൂമിനസ് ഇൻ ദി ഡയമണ്ട് നെക്ലസ്. സോ വി ക്യാൻ ഗോ ഫോർ ദിസ് വേർഡ് റെസ്പ്ലൻഡൻറ്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കിയാൽ സിനോണിം ചോദിച്ചിട്ടുള്ളത് വൾണറബിൾ ആണ് വേർഡ്, ബാക്കിയൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. വൾണറബിൾ ആണ് വേർഡ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വൾണറബിൾ? ഓപ്ഷൻസ് നോക്കിയാലോ. അറ്റ് റിസ്ക്, പോർ, അറഗൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ. എന്താണ് വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറയാം വൾണറബിൾ സ്പീഷീസ് നമ്മൾ പറയാറുണ്ടെന്ന് പറഞ്ഞാൽ അത് അറ്റ് റിസ്ക് ആണ്, അല്ലേ. സോ ദാറ്റ് മീൻസ് വൾണറബിൾ എന്ന് പറയുമ്പം അറ്റ് റിസ്ക് ആണ്. പുവർ അല്ല, അറഗൻറ്റ്. അറഗൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നതാണ് അറഗൻറ്റ്. ഓക്കെ, ഹോട്ടി. ദെൻ അഡാപ്റ്റബിൾ മീൻസ് വെരി ഫ്ലെക്സിബിൾ, ഏത് സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. എന്നാലും നമുക്ക് നേരത്തെ പറഞ്ഞു ഇതുപോലെയുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് വായിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നേരെ വേർഡ് നോക്കുക, വേർഡ് നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ വായിച്ച സമയം കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അതവരുടെ ട്രിക്കാണ് ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസ് തരുന്നത് തന്നെ, നിങ്ങൾ വായിച്ച സമയം കളയൂ എന്നുള്ളത്. ആൻഡ് വി ഡോണ്ട് ഹാവ് ടൈം, റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ. From the outset of the pandemic, the United Nations system mobilized early and comprehensively to lead on the global health response, provided life-saving humanitarian assistance to the most vulnerable, established instruments for rapid responses to the socio-economic impact, and laid out a broad policy agenda for action on all fronts. ഇത് വായിക്കുക,
കാരണം ഇതേ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ നമുക്ക് നാളെ ക്ലോസ് ടെസ്റ്റ് ആയിട്ടോ കോംപ്രഹെൻഷൻ ആയിട്ടോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടോ എറർ കറക്ഷൻ ആയിട്ടോ ഒക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റൻസ് വായിക്കണം. പക്ഷേ എക്സാം ആയിട്ട് നമ്മൾ ഈവൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം പോലും നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കേണ്ട. പക്ഷെ മോക്ക് ടെസ്റ്റ് നമ്മൾ നോക്കുമല്ലോ, റിവ്യൂ ചെയ്യുമല്ലോ, എന്തുകൊണ്ട് മാർക്സ് കുറഞ്ഞു, ആ സമയത്ത് നമ്മളിത് വായിക്കണം. അടുത്ത വേർഡ് നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത വേർഡ് വരുന്നത്? അടുത്ത വേർഡ് ഇസ് ഡിലൈറ്റ്, അല്ലേ? ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ഇസ് ഡിലൈറ്റ്ഫുൾ, ഹാപ്പിയാണ്, പ്ലീസിങ് ആണ്, അതല്ലേ വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. എൻചാൻറ്റ്, ഡിസ്മൈ, മെമ്മറി, ഇമോഷൻ. ഏതാ വരാൻ സാധ്യതയുള്ളത്? എൻചാൻറ്റ് അല്ലേ? സംതിങ് ഇസ് എൻചാൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കരം ചാമിങ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. സോ ഡിലൈറ്റ് എന്ന് പറയുന്ന വേർഡും അത് തന്നെയാണ്. ചാമാണ്, പ്ലീസിങ് ആണ്. ഓക്കെ, സോ ഹാപ്പിനെസ് തരുന്നതാണ്, അത് തന്നെയാണ് എൻചാൻറ്റ് വരുന്നത്. ഡിസ്മേ എന്ന് പറയുന്നത് എന്താണ്? സങ്കടമാണ് ഡിസ്മേ എന്ന് പറയുന്നത്. അൺഹാപ്പിനെസ് ആണ്, ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ്. അൺഹാപ്പിനെസ് അഥവാ ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ് ഡിസ്മേ എന്ന് പറയുന്നത്. ഓക്കെ, സങ്കടം. ആൻഡ് ദെൻ മെമ്മറി ആൻഡ് ഇമോഷൻ നമുക്കറിയാവുന്നതാണ്. സോ ഇത് എളുപ്പമുള്ള ഒരു വേർഡാണ്. അതിന് ഈ പറയുന്ന സെൻറ്റൻസ് വായിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. എന്നാൽ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഡ്യൂറിങ് ദ സമ്മർ ഓഫ് 1893 മിസ് സളിവാൻ ആൻഡ് ഐ വിസിറ്റഡ്. സോ ഇത് കറക്റ്റ് യൂസേജ് ഇങ്ങനെയാണ് കേട്ടോ. 2 പേരുണ്ട്, അതിൽ രണ്ടാമത്തെ ഐ ആണ് ഒരാൾ വരുന്നതെങ്കിൽ ഐ എപ്പോഴും രണ്ടാമത് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, തേർഡ് പേഴ്സൺ വിൽ കം ഫസ്റ്റ്. Miss Sullivan and I visited the World's Fair with Dr. Alexander Graham Bell. I recall with unmixed delight. എന്ന് പറഞ്ഞാൽ നല്ല ഡിലൈറ്റ് ഉറപ്പായിട്ടുണ്ട്. Unmixed delight. Those days when 1,000 childish fancies became beautiful realities. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസി ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വെറും ഇമാജിനേഷനാണ്, അതിൽ റിയാലിറ്റി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമാജിനേറ്റീവ് സിറ്റുവേഷൻ എന്തായിട്ട് മാറി? റിയാലിറ്റി ആയിട്ട് മാറി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കിയാലോ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് വേർഡ്? ജീനിയൽ. ജീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ്: ഓപ്റ്റിമിസ്റ്റിക്, ചിയർഫുൾ, ഡിസ്പോണ്ടൻറ്റ് ആൻഡ് പോസിറ്റീവ്. ഇതിൽ ഒരു നെഗറ്റീവ് വേർഡ് മാത്രമേ വരുന്നുള്ളൂ, ഡിസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതിൻ്റെ ഉത്തരവല്ല. ജീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പി, വെരി ചിയർഫുൾ എന്നാണ് അർത്ഥം വരുന്നത്. ഒപ്റ്റിമിസ്റ്റിക് അല്ല, ചിയർഫുൾ ആണ്, എക്സ്ട്രീംലി ഹാപ്പി. സോ ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്, ചിയർഫുൾ, എക്സ്ട്രീംലി ഹാപ്പി. സോ ഒപ്റ്റിമിസ്റ്റിക് നമുക്കറിയാമല്ലോ, ശുഭാപ്തി വിശ്വാസം, എല്ലാ കാര്യത്തിലും നല്ലത് മാത്രം കാണാൻ പറ്റുന്ന ആ ഒരു ഇതാണ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. ഡിസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്ലെസ്നെസ് ആണ്, യു ആർ ഡിജക്റ്റഡ്, ഒരു ഹോപ്പ്ലെസ്നെസ് ആണ്, ഇനിയൊന്നും നല്ലത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഡിസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ മീനിങ്. ജീനിയൽ എന്നുള്ളത് ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ചിയർഫുൾ. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണ്? ഇറ്റ്സ് എ വെരി കോമൺ ടേം, അബ്സോർബ്. അബ്സോർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിച്ചെടുക്കുക, അല്ലേ? അബ്സോർബ് ചെയ്യുക, അതാണ്. ഓർ ഇൻ അബ്സോർബ്ഡ് ഇൻ തോട്ട്സ് മീൻസ് വാട്ട്? ഇമേഴ്സ്ഡ് ആണ്, ടോട്ടലി ഇമേഴ്സ്ഡ് ആണ്. നൗ പ്രീ ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാൽ പ്രീ ഒക്യുപ്പൈഡ്, സോക്ഡ്, റിസ്റ്റോർഡ് ആൻഡ് റീപ്ലേസ്ഡ്. പ്രീ ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം അതേ മീനിങ് ആണ്, പക്ഷെ അത് വറിയിങ് ആണ്. ആ തോട്ട്സ് നമ്മളെ വറിയിങ് ആണ്. ഫോർ എക്സാമ്പിൾ, വീട്ടിലായിരിക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ട്, ഒരു സുഖമില്ലായ്മയുണ്ട്, അപ്പം ഇറ്റ് കീപ്സ് വറിയിങ് അസ് ആൻഡ് വി ആർ പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ദാറ്റ് തോട്ട്സ്. അതിനെയാണ് നമ്മൾ പ്രീ ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു എലിമെൻറ്റ് ഓഫ് വറി ഉണ്ട്. സോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഡ്രസ്സൊക്കെ കഴുകുന്നതിന് മുമ്പായിട്ട് കുതിർത്ത് വെക്കുന്നതിനെ നമ്മൾ സോക്ക്ഡ് എന്ന് പറയും. മഴ നനഞ്ഞു വരുമ്പോൾ യു ആർ സോക്ക്ഡ്, സോ ദാറ്റ് ഈസ് സോക്ക്ഡ്. റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്റ്റോർ ചെയ്യുക, അല്ലേ? നമുക്കറിയാമല്ലോ, റീസൈക്കിൾ ബിന്നിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യാറുണ്ട് നമ്മുടെ ഫോട്ടോസൊക്കെ. സോ ദാറ്റ് ഈസ് റീസ്റ്റോർ. റീപ്ലേസ് ഇസ് എ കോമൺ ടേം, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അബ്സോർബ്ഡിന് ഏത് വേർഡ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബിക്കോസ് പ്രീ ഓക്യുപ്പൈഡും ഒരു രീതിയിൽ യു ആർ അബ്സോർബ്ഡ് ഇൻ തോട്ട്സ്, ആൻഡ് സോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേഴ്സ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. സോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ്. ദിസ് ഇസ് എ ബെറ്റർ വേർഡ്, സോക്ക്ഡ് എന്നുള്ളത്. പ്രീ ഒക്യുപ്പൈഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് പ്രീ ഒക്യുപ്പൈഡിൽ എലിമെൻറ്റ് ഓഫ് വറി ഉണ്ട്, കാരണം എപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിൽ ഗോ ഫോർ ദിസ് വൺ, സോക്ക്ഡ് എന്നുള്ളത്. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചൊന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഓപ്ഷൻ ഹിയർ. നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ അതാണ്. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കിയാലോ, വാസ്റ്റ്. വാസ്റ്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. ഓപ്ഷൻസ് എന്താണ്? മിനിമൽ, ഷാലോ, സോളിഡ് ആൻഡ് എക്സ്റ്റെൻസീവ്. അപ്പോൾ ഏതായിരിക്കും മീനിങ് വരുന്നത്? വാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്. മിനിമൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, ഷാലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഴമില്ലാത്തതാണ്, സോളിഡ് മീനിങ് ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചാലും കേട്ടോ. സെൻറ്റൻസിന് ആവശ്യമില്ല, സെൻറ്റൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. സെൻറ്റൻസ് എന്തായാലും വായിക്കാം. ആഫ്റ്റർ മൈ ഫസ്റ്റ് വിസിറ്റ് ടു ബോസ്റ്റൺ ഐ സ്പെൻറ്റ് ഓൾമോസ്റ്റ് എവറി വിൻ്റർ ഇൻ ദ നോർത്ത്. Once I went on a visit to a New England village with its frozen lakes and vast snowfields.
ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ചാലും വായിച്ചില്ലെങ്കിലും വാസ്റ്റിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. വായിച്ചിട്ട് നമ്മൾ സമയം കളയാതിരിക്കുക. ഇനി നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് വേർഡ്? ജാഗൺ. ജാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വർക്കിംഗ് സ്പേസിൽ ഉപയോഗിക്കുന്ന ചില ടേംസാണ് ജാഗൺ എന്ന് പറയുന്നത്. ആ ഒരു വർക്കിംഗ് സ്പേസിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആ വാക്കുകൾ അറിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, മിലിറ്ററി ജാഗൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജാഗൻസ് ഉണ്ട്, ലീഗൽ ജാഗൻസ് ഉണ്ട്. അപ്പം അത് ഉപയോഗിക്കുന്നവർക്കോ ആ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്നവർക്കോ മാത്രമേ ആ ഒരു ജാഗൺ അറിയുള്ളൂ. അതാണ് ജാഗൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ്. ഇപ്പം നമ്മൾ വാട്സപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കുണ്ട് ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ട്, IDK ഇല്ലേ? പിന്നെ അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ജാഗൻസ് ഉണ്ട്, BRB എന്നൊക്കെ. ചാറ്റ് റൂംസ് ഒക്കെ ഉപയോഗിക്കുന്നവർ BRB എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും എന്താണ് BRB എന്നുള്ളത്? അത് അവരുടെ ജാർഗണാണ്, ബി റൈറ്റ് ബാക്ക്, റൈറ്റ്, സോ ദാറ്റ് ഈസ് BRB. അപ്പോൾ അങ്ങനെയുള്ള ജാഗൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് അവർ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ചില വേർഡ്സാണ് നമ്മൾ ജാഗൺ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. എന്താണ് വരുന്നത്? സ്ലാങ്, വെർബോസ്നെസ്, ഫോർമാലിറ്റി, ഇലക്വൻസ്. അത് ശരിക്കും എന്താ വരുന്നത്? വെർബോസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുക, ആവശ്യത്തിലധികം വാക്കുകൾ ഉപയോഗിക്കുക. ആ കാര്യം പറയാൻ ഒരു ചെറിയ 1-2 വേർഡ്സോ 3-4 വേർഡ്സ് വെച്ച് ഒപ്പിക്കാവുന്നതാണ്. പക്ഷേ അതിന് പകരം ഒരുപാട് വേർഡ്സ് ഉപയോഗിച്ച് പറയുന്നതിനെയാണ് വെർബോസ്നെസ് എന്ന് പറയുന്നത്. ഇലക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ഡയറക്റ്റായിട്ടും ക്ലിയർ ആയിട്ടും മെസ്സേജ് പാസ് ചെയ്യാനാണ് ഇലക്വൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, എന്നാൽ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർമാലിറ്റി നമുക്കറിയാമല്ലോ, പല സിറ്റുവേഷൻസിലും പല സാഹചര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഫോർമാലിറ്റി ആണെന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ചെയ്തേ പറ്റൂ, അതിന് വല്ല ഇമ്പോർട്ടൻസും ഉണ്ടോ എന്ന് വെച്ചാൽ അതൊന്നുമില്ല, ബട്ട് അതാണ് ഫോർമാലിറ്റി. ഒരു ക്രൈം നടന്നു, ഇതാണ് ഫോർമാലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോയി, ഇതാണ് ഫോർമാലിറ്റി എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഫോർമാലിറ്റി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സംതിങ് ഒഫീഷ്യൽ, അതാണ് ഫോർമാലിറ്റി. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വേർഡ് ഏതാണ്? സ്ലാങ്. സ്ലാങ് എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ളവരും ആ കുറച്ച് സ്പേസിലുള്ളവരും മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സ്ലാങ് എന്ന് പറയുന്നത്. അപ്പോൾ ജാർഗൺ നമുക്ക് എന്ത് പറയാവുന്നതാണ്? അതിൻ്റെ മീനിങ് സ്ലാങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വേർഡ് നോക്കിയാൽ അടുത്ത വേർഡ് ഈസ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ്റെ സിനണിമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓപ്ഷൻസ് നോക്കിയാലോ. അനാലജി, ഡെമഗോഗി, പെഡഗോജി ആൻഡ് മിത്തോളജി. ഓക്കെ, പല രീതിയിലാണ് OGY പ്രൊനൗൺസ് ചെയ്യുന്നത്. ദിസ് ഈസ് അനാലജി, ദിസ് ഈസ് ഡെമഗോഗി, പെഡഗോജി ആൻഡ് മിത്തോളജി. സോ ഇവിടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം എന്താണ്? പെഡഗോജിയാണ്. ബിക്കോസ് അത് ടീച്ചിങ് ടെക്നീക്സ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. അതാണ് പെഡഗോജി എന്ന് പറയുന്നത്. ടീച്ചിങ് മെത്തേഡ്സ്, ആക്ടിവിറ്റീസ്, ടെക്നീക്സ്, അതൊക്കെയാണ് പെഡഗോജി. സംതിങ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. ടീച്ചിങ് ടെക്നീക്സ്, ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, അനാലജി എന്ന് പറയുന്നത് നമ്മൾ റീസണിങ്ങിൽ കാണാറുള്ളതാണ്. അനാലജി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ആണ്. സിമിലർ ആയിട്ടുള്ള കുറച്ച് സാധനത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുക, സിമിലർ ആയിട്ടുള്ള യൂണിറ്റ്സിനെ നമുക്ക് കമ്പയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ അനാലജി എന്ന് പറയുന്നത്. ഡെമഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെമഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിങ് ദി സപ്പോർട്ട് ഓഫ് ദി പീപ്പിൾ ബൈ അപ്പീലിംഗ് ടു ദെയർ ഇമോഷൻസ്. അതായത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. റിലീജിയൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ് ആകാം, നമ്മുടെ റീജിയൻ ആകാം, നമ്മുടെ ഭാഷയാകാം. ഇതൊക്കെ വളരെ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആണ് ഓരോ വ്യക്തികളും. അപ്പം അതിന് അപ്പീൽ ചെയ്തിട്ട് അതുവഴി സപ്പോർട്ട് വിൻ ചെയ്യുക. അല്ലാതെ റാഷണാലിറ്റിയോ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. പലപ്പോഴും പൊളിറ്റീഷ്യൻസ് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഡെമഗോഗിയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാകും, പറഞ്ഞാൽ മനസ്സിലാകും, കേട്ടാൽ മനസ്സിലാകും. നമ്മൾക്ക് പെട്ടെന്നൊരു എൻതൂസിയാസവും ഒരു താല്പര്യമൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെമഗോഗി എന്ന് പറയുന്നത്. നമ്മുടെ പ്രജുഡിസസിനെ അവരെന്താണ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് റിലീജിയനോ കാസ്റ്റോ ലാംഗ്വേജോ റീജിയനോ എന്തുമാകാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് ഡെമഗോജി. അവിടെ റാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ റാഷണാലിറ്റിക്ക് ഒരു വിലയുമില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ഡെമഗോഗി. നെക്സ്റ്റ് വൺ ഇസ് മിത്തോളജി. മിത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന കുറേ സ്റ്റോറീസ്, പോപ്പുലർ സ്റ്റോറീസ്, സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് മിത്തോളജി. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഇതല്ലേ, ഇത് വളരെ ക്ലിയർ ആണ്. നമുക്ക് ഈ വേർഡിൻ്റെ മീനിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ പെഡഗോജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം. അപ്പം പെഡഗോജി, എഡ്യൂക്കേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? പെഡഗോജിയാണ്. എന്നാലും നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയാലോ. മൈ മദർ സെഡ് ടു മീ ദാറ്റ് ഷീ ഹാഡ് ഗോൺ ത്രൂ എ വെരി സ്ട്രിക്റ്റ് ആൻഡ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ സെൻറ്റൻസ് വായിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. വായിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം വരുന്നില്ല. ഇനി നമുക്ക് അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണിത്? അടുത്ത വേർഡ് ചിയർ.
Okay, cheered the cricketer. Cheered the cricketer. So that means options encourage, distracted, dropped and attracted. എന്തായിരിക്കും വരുന്നത്? cheer ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം encouraged ആണ് വരുന്നത്. സെൻറ്റൻസ് വളരെ ഷോർട്ടാണ്. The crowd cheered the cricketer. Okay. Distracted എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Not able to concentrate. So that is it. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നോക്കിയാലോ, ഫിയേഴ്സ്. ഫിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംബഡീസ് ഫിയേഴ്സ്. ഓപ്ഷൻസ് ഫെനറ്റിക്, അഗ്രസീവ്, ഫ്രോഡ് ആൻഡ് ജെൻറ്റിൽ. എന്താണ് ഫിയേഴ്സ് എന്ന് പറയുമ്പം ഓപ്ഷൻ ഏതാ വരുന്നത്? അഗ്രസീവ് ആണ്, വളരെ ഫിയേഴ്സ് ആണ് ആൻഡ് വെരി അഗ്രസീവ്, റൈറ്റ്. ആൻഡ് ഹൂ ഇസ് എ ഫെനറ്റിക്? ഫെനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിത് എപ്പോഴും ഒരു കേൾക്കുന്ന ഒരു വേർഡാണ്, ന്യൂസ് പേപ്പറിലൊക്കെ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്. എന്താണ് ഫെനറ്റിക് എന്ന് പറയുന്നത്? അതായത് എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്. എക്സ്ട്രീംലി ഭയങ്കര താല്പര്യം, എന്തിനോടെങ്കിലുമൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫെനറ്റിക് ആണ്. അത് ഒരുപക്ഷെ റിലിജിയൻ ആകാം, അല്ലേ? അതുപോലെ നമ്മുടെ റീജിയൻ ആകാം, ലാംഗ്വേജ് ആകാം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്താ പറയുന്നത്? ഫെനറ്റിക് ആണ്, റൈറ്റ്. ഫ്രോഡ് എന്ന് പറയുന്നത് ജെൻറ്റിൽ, സർ ഓൾ കോമൺ ടേം. സോ ദാറ്റ് ഇസ് എ മീനിങ്. ഫിയേഴ്സ്, അഗ്രസീവ്, ഫെനറ്റിക്കിൻ്റെ മീനിങ് കൂടി ഓർത്ത് വെച്ചുക. നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സിലേക്കാണ് വരുന്നത്. എന്താണ് ഫസ്റ്റ് വേർഡ്? ഇസ് ഹിയർ മിസ്ആന്ത്രോപ്പിക്. മിസ്ആന്ത്രോപ്പിക് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ മീനിങ് ഉണ്ട്. മിസ്ആന്ത്രോപ്പിക് മീൻസ് ഹേറ്റ്രഡ് ഫോർ ഹ്യൂമൻ കൈൻഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനോട് ഒരു ഹേറ്റ്രഡ് ഉള്ളതാണ് മിസ്ആന്ത്രോപ്പിക് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ, ഹ്യൂമാനിറ്റേറിയൻ, സോഷ്യബിൾ, ആൻറ്റി സോഷ്യൽ ആൻഡ് ഫിലാന്ത്രോപ്പിക്. ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായല്ലോ, ആൻറ്റി സോഷ്യൽ ആണ്. കാരണം ബാക്കിയെല്ലാം മനുഷ്യരെ സ്നേഹിക്കുന്ന വർഗത്തിൽപ്പെട്ടതാണ്. ഹ്യൂമാനിറ്റേറിയൻ ആയാലും സോഷ്യബിൾ ആയാലും ഫിലാന്ത്രോപ്പിക് ആയാലും. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ആൻറ്റി സോഷ്യൽ. മിസ്ആന്ത്രോപ്പിക് ആയതുകൊണ്ട് ആൻറ്റി സോഷ്യൽ ആവണം നിർബന്ധമില്ല. മിസ്ആന്ത്രോപ്പിക് ആണെങ്കിൽ ഒരു ജനറൽ ഡിസ്ഡെയിൻ, അതായത് കണ്ടംപ്റ്റ് ഫോർ പീപ്പിൾ, ആൾക്കാരെ താല്പര്യമില്ല, ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് മിസ്ആന്ത്രോപ്പിക് എന്ന് പറയുന്നത്. കാരണം ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്തയാണ് മിസ്ആന്ത്രോപ്പിക് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. സോ ഇതിലുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹ്യൂമാനിറ്റേറിയൻ. അതേസമയം ഫിലാന്ത്രോപ്പിക് എന്ന് പറയുന്നത് പൈസ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ് ഫിലാന്ത്രോപ്പിക് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് പോർ, എസ്പെഷ്യലി ബൈ ഗിവിങ് മണി, ഫിലാന്ത്രോപ്പിക്. സോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നന്നായിട്ട് മിംഗിൾ ചെയ്യും, വില്ലിംഗ് ടു ടോക്ക് ടു പീപ്പിൾ, നന്നായിട്ട് മിംഗിൾ ചെയ്യുക, അതാണ് സോഷ്യബിൾ എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് വേർഡ് നോക്കാം. എന്താണ് ജെനുവിൻ? ജെനുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാൽ ഒത്തൻറ്റിക്, ഡിസെപ്റ്റീവ്, ഫാബ്രിക്കേറ്റഡ്, ഇറോണിയസ്. നമുക്ക് വേർഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ജെനുവിൻ എന്ന് പറയുമ്പോൾ ഒത്തൻറ്റിക് ആണ് മീനിങ് വരുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിസെപ്റ്റീവ്? ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയാണ്. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചതിയാണ്. ഡിസെപ്റ്റീവ്, സംതിങ് ഇസ് ഡിസെപ്റ്റീവ്, നമ്മളെ ചതിക്കാനുള്ള വകുപ്പുള്ളൊരു സാധനമാണ്. ദാറ്റ് ഇസ് ഡിസെപ്റ്റീവ്. ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെട്ടുകഥയാണ്. നമ്മൾ പറയാറ് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്നത് കെട്ടുകഥയാണ്. യു ആർ ഇൻവെൻറ്റിങ് സംതിങ്. ആരെയോ ചതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറി ഇൻവെൻറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ്. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഇൻവെൻറ്റ് ചെയ്യുക, ടു പ്രൊഡ്യൂസ് സംതിങ് സോ ദാറ്റ് യു ക്യാൻ ചീറ്റ് സംബഡി. അതിന് ആ ഉദ്ദേശത്തോടെയാണ് ഫാബ്രിക്കേറ്റഡ് എന്ന് വരുന്നത്. ഇറോണിയസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ്. ഇറോണിയസ് മീൻസ് ഇൻകറക്റ്റ് ആണ്, റോങ് ആണ്, അതാണ് ഇറോണിയസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓത്തൻറ്റിക് അറിഞ്ഞാൽ മതി, ബാക്കി 3 അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓത്തൻറ്റിക് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 25 വേർഡ്സ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 25 സിനോണിംസ് ആണ്. സിനോണിംസ് ഇവിടെ തീർന്നിട്ടില്ല. പാർട്ട് 3 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്